നമസ്കാരം. ഇന്നത്തെ വാർത്താ പകലിന്റെ സമഗ്രമായ ഉള്ളടക്കവുമായി വാർത്താ സന്ധ്യ തുടങ്ങുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്താ സന്ധ്യയിലേക്ക് ഞാൻ സുജയ പാർവതി. സുരക്ഷാ വീഴ്ചയെ തുടർന്ന് ഭാരത് ജോഡോ യാത്ര നിർത്തിവെച്ച വാർത്തയിലാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. സുരക്ഷ ഒരുക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. അതേസമയം സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. ബനിഹാലിൽ നിന്ന് അനന്ത്നാഗിലേക്ക് ഇതായിരുന്നു ഇന്നത്തെ ഭാരത് ജോഡോ യാത്രയുടെ പര്യടന പാത. കൽഗാം അതിർത്തി എത്തിയതോടെ അനിയന്ത്രിതമായ ജനക്കൂട്ടം യാത്രയ്ക്കൊപ്പം കൂടി. രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്കെത്തുന്ന വിധത്തിലായിരുന്നു ജനക്കൂട്ടത്തിന്റെ നീക്കം. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ സിആർപിഎഫും ജമ്മുകാശ്മീർ പോലീസും പരാജയപ്പെട്ടതായി കോൺഗ്രസ് ആരോപിച്ചു. ക്ഷുഭിതനായി സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. ഞങ്ങൾ ഇന്ന് വരെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഇത് വളരെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ കശ്മീരിന്റെ കാര്യത്തിലും പഞ്ചാബിന്റെ കാര്യത്തിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഞാൻ തന്നെ കത്തെഴുതിയിരുന്നതാണ്. സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയുണ്ടാവണം. പിന്നാലെ രാഹുൽ ഗാന്ധി ഇന്നത്തെ യാത്ര ഉപേക്ഷിച്ച് വാഹനത്തിലേക്ക് പിന്മാറി. സിആർപിഎഫ് ഒരു മുന്നറിയിപ്പും നൽകാതെ ഉദ്യോഗസ്ഥരെ പിൻവലിച്ചു എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. It's important that the police manages the crowd so that we can do the yatra. It's very difficult for me to go against what my security people are recommending. ഉദ്യോഗസ്ഥർ പിൻവാങ്ങിയതോടെ ഒപ്പമുള്ളവരുടെയും സുരക്ഷയ്ക്ക് വെല്ലുവിളിയുണ്ടായി. എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നറിയില്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ആവശ്യത്തിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു എന്നാണ് സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. അദാനിക്ക് തിരിച്ചടി. കൃത്രിമക്കണക്ക് ആരോപണത്തിന് പിന്നാലെ ഓഹരി വിപണികളിൽ കനത്ത തിരിച്ചടി നേരിട്ട് അദാനി ഗ്രൂപ്പ്. തുടർച്ചയായ രണ്ടാം ദിവസവും പ്രധാന കമ്പനികളുടെ ഓഹരികളിൽ വൻ ഇടിവ് ഉണ്ടായി. അതിനിടെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഗൗതം അദാനി 7ാം സ്ഥാനത്തേക്ക് വീണു. കഴിഞ്ഞ 2 ദിവസത്തെ അദാനി ഗ്രൂപ്പിന്റെ നഷ്ടം 2.35 ലക്ഷം കോടിയാണ്. 20% അദാനി ഓഹരികളിൽ വന്ന ഇടിവ്. അദാനി ഗ്രൂപ്പിന്റെ എല്ലാ ഓഹരികളും വൻ നഷ്ടത്തിലാണ്. അദാനി ഗ്രൂപ്പ് ഓഹരി വില പെരുപ്പിച്ചു കാണിക്കുകയാണെന്ന US ഫോറൻസിക് ഫിനാൻഷ്യൽ റിസർച്ച് സ്ഥാപനം ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ഓഹരികൾ കൂപ്പുകുത്തിയത്. അദാനി പോർട്സ്, അദാനി എന്റർപ്രൈസസ് എന്നിവ കനത്ത നഷ്ടം നേരിട്ടു. അംബുജ സിമന്റ്, ACC, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി പവർ, അദാനി ട്രാൻസ്മിഷൻ തുടങ്ങിയ ഓഹരികളും ഇടിഞ്ഞു. അദാനി ഓഹരികളിലെ തകർച്ച ഇന്ന് ഇന്ത്യൻ വിപണിയെയും ബാധിച്ചു. നിഫ്റ്റി 287 പോയിന്റ് കുറഞ്ഞ് 17,604 സെൻസെക്സ് 874 പോയിന്റ് നഷ്ടത്തിൽ 59,330 3 മാസത്തിനിടയിലെ താഴ്ന്ന നിലവാരത്തിലാണ് വിപണി ക്ലോസ് ചെയ്തത്. അദാനി കമ്പനികൾക്ക് ഉയർന്ന കടബാധ്യതയെന്ന ഹിൻഡൻബർഗ് വിലയിരുത്തൽ ബാങ്കിംഗ് മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. ആരോപണങ്ങളിൽ RBIയും സെബിയും അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആവശ്യപ്പെട്ടു. ഇന്ത്യയെ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് നയിക്കുന്നതാണ് ഹിൻഡൻബർഗ് ആരോപണമെന്ന് ജയറാം രമേശ് പറഞ്ഞു. റിപ്പോർട്ടിന് പിന്നാലെ ലോക ധനികരുടെ പട്ടികയിൽ അദാനി 7ാം സ്ഥാനത്തേക്ക് വീണു. ഒരു ഘട്ടത്തിൽ പട്ടികയിൽ ഗൗതം അദാനി 2ാം സ്ഥാനത്തെത്തിയിരുന്നു. പിന്നീട് ഏറെക്കാലം 3ാം സ്ഥാനത്ത് തുടർന്നു. അതിനിടെ അദാനി ഗ്രൂപ്പിന്റെ തുടർ ഓഹരി വിൽപ്പന ആരംഭിച്ചു. ചൊവ്വാഴ്ച വരെയാണ് വിപണിയിൽ നിന്നുള്ള ധനസമാഹരണം. കടം തിരിച്ചടവിനും മറ്റു ചിലവുകൾക്കുമായി 20,000 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ബിസിനസ് ഡെസ്ക് 24. കുതിച്ചുയർന്നിരുന്ന അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ ഇടിഞ്ഞു വീണു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? എന്താണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട്? എക്സ്പ്ലെയിനറുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു. ഓഹരി വിപണിയിൽ 20% വീണുവെന്നാൽ പരമാവധി വീഴ്ച എന്നാണ് അർത്ഥം. അതിനപ്പുറം വിറ്റൊഴിക്കൽ സെബി നിയമങ്ങൾ അനുവദിക്കാത്തതുകൊണ്ടാണ് കൂടുതൽ തകരാത്തത് എന്നും പറയാം. അദാനി ഗ്രൂപ്പിന് ഇങ്ങനൊരു വീഴ്ച എന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യം ആദ്യം എത്തുന്നത് ഹിൻഡൻബർഗ് റിപ്പോർട്ടിലേക്കാണ്. ഹിൻഡൻബർഗ് എന്ന പേരിന്റെ അർത്ഥം പോലും ദുസ്സൂചനയാണ്. 1937 തീരത്തേക്ക് ഇടിച്ചു കയറി തകർന്ന കപ്പലാണ് ഹിൻഡൻബർഗ്. 100% മനുഷ്യനിർമ്മിതമായുണ്ടായ അപകടം എന്നറിയപ്പെടുന്നത്. അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ഈ പേരെന്നാണ് സ്ഥാപകൻ നാറ്റ് ആൻഡേഴ്സൺ പറയുന്നത്. ധനകാര്യ ഫോറൻസിക് സ്ഥാപനം എന്നാണ് വിശേഷണം. അതായത് പൊതുവിപണിയിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവുകൾ എന്നും പറയാം. അദാനി ഗ്രൂപ്പിനോട് 88 ചോദ്യങ്ങളാണ് ഹിൻഡൻബർഗ് റിസർച്ച് ചോദിച്ചത്. അതിൽ ആദ്യത്തേത് ഇതാണ്: ഗ്രൂപ്പിന് കീഴിലുള്ള 7 കമ്പനികളുടെയും ഓഹരി മൂല്യം 85% പെരുപ്പിച്ചു കാട്ടിയതല്ലേ?
ഈ 7 കമ്പനികളും ചേർന്ന് 2.2 ലക്ഷം കോടി രൂപ വായ്പ എടുത്തത് ഈ പെരുപ്പിച്ചു കാണിച്ച മൂല്യം ഉപയോഗിച്ചല്ലേ? കമ്പനിയുടെ സുപ്രധാനമായ 22 തസ്തികകളിൽ 8ഉം അദാനി കുടുംബാംഗങ്ങൾ തന്നെ അല്ലേ കൈകാര്യം ചെയ്യുന്നത്? ഇളയ സഹോദരൻ രാജേഷ് അദാനിയും സഹോദരി ഭർത്താവ് സമീർ വോറയും DRA കേസുകളിൽ പ്രതികളല്ലേ? വിനോദ് അദാനിക്ക് എന്താണ് കമ്പനിയിൽ ശരിക്കുമുള്ള റോൾ? കമ്പനി ഉൾപ്പെടുന്ന 4 വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ എങ്കിലും നിലവിലില്ലേ? ആ കേസുകൾ ഉൾപ്പെട്ട തട്ടിപ്പിന്റെ മൂല്യം 1.38 ലക്ഷം കോടി രൂപ വരില്ലേ? ഈ 2 ചോദ്യങ്ങളായിരുന്നു ഹിൻഡൻബർഗ് ഗ്രൂപ്പിന് പിന്നാലെ ഉന്നയിച്ചത്. കുടുംബാംഗങ്ങൾ മൗറീഷ്യസിലും കരീബിയൻ ദ്വീപുകളിലും നിക്ഷേപം നടത്തിയില്ലേ? ഇങ്ങനെ ഓഫ് ഷോർ നിക്ഷേപം ഉണ്ടെങ്കിൽ തന്നെ സെബി കമ്പനിയെ ഡീലിസ്റ്റ് ചെയ്യേണ്ടതല്ലേ എന്ന ചോദ്യവും ഹിൻഡൻബർഗ് ഉയർത്തി. ഇത് വലിയ അട്ടിമറി നീക്കം എന്നായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ മറുപടി. റിപ്പോർട്ട് അസത്യങ്ങളുടെ കൂമ്പാരം എന്നാണ് അദാനി ഗ്രൂപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഇന്നലെയും ഇന്നുമായി നടക്കേണ്ട അധിക ഓഹരി വിൽപ്പന അഥവാ ഫോളോ ഓൺ പബ്ലിക് ഓഫർ അട്ടിമറിക്കാനാണ് നീക്കം നടക്കുന്നതെന്നാണ് അദാനിയുടെ പക്ഷം. 3112 രൂപയ്ക്കാണ് അദാനി ഗ്രൂപ്പ് ഫോളോ ഓൺ ഓഹരി പ്രഖ്യാപിച്ചത്. കമ്പനിയുടെ കൈവശമുള്ള ഓഹരി നിലവിലെ നിക്ഷേപകർക്ക് വാങ്ങാൻ അവസരം നൽകുന്നതാണ് ഈ ഫോളോ ഓൺ പബ്ലിക് ഓഫർ. ഇതുവഴി അധിക ധനസമാഹരണമാണ് പ്രൊമോട്ടർമാരുടെ ലക്ഷ്യം. കടം തിരിച്ചടയ്ക്കാനും മറ്റും അത് ഉപയോഗിക്കും. 20,000 കോടി രൂപ സമാഹരിക്കാനിരിക്കെ വന്ന റിപ്പോർട്ട് കെട്ടിച്ചമച്ചതാണ് എന്നാണ് കമ്പനിയുടെ വിശദീകരണം. മുകേഷ് അംബാനിയെ മറികടന്ന് ഇന്ത്യയിലും ലോകത്ത് തന്നെ 2ാമതും അദാനി എത്തിയത് ഈ ഓഹരി മൂല്യത്തിന്റെ പിൻബലത്തിലാണ്. അവിടെയാണിപ്പോൾ വലിയ ഇടിവ് ഉണ്ടാകുന്നത്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചും പരസ്പരം ഏറ്റുമുട്ടലിനില്ലെന്ന് വ്യക്തമാക്കിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരോഗ്യരംഗത്തുൾപ്പെടെ പല മേഖലകളിലും സർക്കാരിന്റേത് മികച്ച പ്രവർത്തനമാണെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. അതേസമയം സർക്കാരും ഗവർണറും ഒത്തുകളിക്കുന്നുവെന്ന ആരോപണം പ്രതിപക്ഷം ഇന്നും ആവർത്തിച്ചു. സർക്കാരിനോടുള്ള ഏറ്റുമുട്ടലിന്റെയും വെല്ലുവിളിയുടെയും മുന്നറിയിപ്പിന്റെയും സ്വരം മയപ്പെടുത്തിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർക്കാർ തന്റേതുകൂടിയാണ്. സർക്കാരിനെ നിരന്തരം വിമർശിക്കാൻ താൻ പ്രതിപക്ഷ നേതാവല്ല. സർക്കാരിനെതിരെ സംസാരിക്കുമെന്ന് ആരും കരുതേണ്ടെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. If anybody is expecting that I am going to speak against the government, I am not going to speak against the government. This is my government. സർവകലാശാല പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ മറ്റു പല മേഖലകളിലും സംസ്ഥാന സർക്കാരിൻ്റെത് മികച്ച പ്രവർത്തനമെന്നും ഗവർണർ. This government is doing wonderful work in so many areas. On the university issue, yes, there were some differences. In health, in social welfare, so many other areas, they are doing wonderful work. അതേസമയം ഗവർണർക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. നിരന്തരം നിലപാട് മാറ്റുന്ന ഗവർണർ പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുക്കേണ്ടെന്നും സതീശൻ. പ്രതിപക്ഷ നേതാവിനെ പോലെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഗവർണർ വിമർശിക്കണമെന്ന് ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തോളാം. അത് ഗവർണർ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട ജോലി പ്രതിപക്ഷ നേതാവ് ചെയ്താൽ അത് ഗവർണർ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഗവർണർ എല്ലാ ദിവസവും ഗവൺമെന്റിനെ വിമർശിക്കണമെന്ന് ഞങ്ങളുടെ അഭിപ്രായമല്ല. ഏറ്റുമുട്ടലിന്റെ ഉച്ചസ്ഥായിയിൽ നിന്നാണ് ഗവർണറും മുഖ്യമന്ത്രിയും നിലപാട് മയപ്പെടുത്തിയത്. നയപ്രഖ്യാപനത്തിന് ഗവർണറെ ക്ഷണിച്ചതും അദ്ദേഹത്തിന്റെ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തതും ഏറ്റുമുട്ടലിനില്ലെന്ന സന്ദേശം നൽകാനാണ്. അത് ഉൾക്കൊണ്ടുള്ള പ്രതികരണമാണ് ഗവർണറും നടത്തിയിട്ടുള്ളത്. എന്നാൽ വിഷയം പ്രതിപക്ഷം ആയുധമാക്കുമെന്നുറപ്പ്. 24 തിരുവനന്തപുരം. ഗവർണർ CV ആനന്ദബോസിനെതിരെ ബംഗാൾ BJP. മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ഗവർണർ പരിധി വിട്ട് സംരക്ഷിക്കുന്നുവെന്നാണ് പരാതി. BJP ബംഗാൾ ഘടകം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയതിന് പിന്നാലെ ഗവർണർ ഡൽഹിയിലെത്തി. അതേസമയം ഔദ്യോഗിക ചടങ്ങുകൾക്കായാണ് ഡൽഹിയിലെത്തിയതെന്നാണ് ഗവർണർ CV ആനന്ദബോസിന്റെ പ്രതികരണം. BJP ഇതര സംസ്ഥാനങ്ങളിൽ സർക്കാർ ഗവർണർ പോര് നടക്കുന്നതിനിടെയാണ് ബംഗാളിൽ ഗവർണറെ സംരക്ഷിച്ച് സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാരുമായി ഗവർണർ പരിധിവിട്ട് അടുപ്പം കാണിക്കുന്നുവെന്നാണ് BJPയുടെ പരാതി. രാജ്ഭവനിൽ സംഘടിപ്പിച്ച സരസ്വതി പൂജ ചടങ്ങ് BJP ബഹിഷ്കരിച്ചിരുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജി ഉയർത്തുന്ന ജയ് ബംഗ്ലാവ് മുദ്രാവാക്യം ഗവർണർ ഉപയോഗിച്ചതും BJP പോര് മുറുക്കുന്നതിന് കാരണമായി. ബംഗാളി ഭാഷ പഠിക്കാൻ താൽപര്യമുണ്ടെന്നും മുഖ്യമന്ത്രി സഹായിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടതിനെ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്തതും BJP ആയുധമാക്കി. മുഖ്യമന്ത്രിയെ അധ്യാപികയാക്കി ഭാഷ പഠിക്കുന്നത് നല്ല പ്രവണതയല്ലെന്നും BJP വിമർശിച്ചു. വിവാദങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ ആനന്ദബോസ് സർക്കാരുമായി ഏറ്റുമുട്ടാനല്ല തന്നെ നിയോഗിച്ചതെന്നും വ്യക്തമാക്കി. ഇനിയുള്ള ശിഷ്ടജീവിതം ബംഗാളിന് വേണ്ടി സമർപ്പിക്കാനും ബംഗാളിലെ ജനങ്ങൾക്കൊപ്പം ജീവിക്കാനും ബംഗാളിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാനുമാണ് എനിക്ക് താല്പര്യം. വളരെ സൗഹൃദമായ അന്തരീക്ഷമാണുള്ളത്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് വേജിങ് വാർ ബെറ്റർ ടു വേജ് പീസ് എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പീസ് ഹാസ് ഇറ്റ്സ് വിക്ടറീസ് നോ ലെസ് റിനൗൺഡ് ദൻ വാർ എന്ന് പറയുന്നത് വളരെ ശരിയാണ്. സമൂഹത്തിൽ സംഘർഷം വളർത്താതെ
സംയമനം പാലിച്ചുകൊണ്ട് സന്തുലനം വരുത്തുക എന്നുള്ളതാണ് എൻ്റെ ശൈലി. പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കാനാണ് ഡൽഹിയിലെത്തിയതെന്ന് വ്യക്തമാക്കിയ ഗവർണർ നാളെ കൊൽക്കത്തയിലേക്ക് മടങ്ങും. 24 ഡൽഹി. കാടുകയറാതെ കാട്ടാന. ഇടുക്കി ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിൽ നാശം വിതച്ച് അരിക്കൊമ്പൻ എന്ന കാട്ടാന റേഷൻ കടയും വീടും തകർത്തു. ആനയെ മയക്കുവെടി വെക്കാൻ കഴിയില്ലെന്നും സ്ഥലത്ത് കൂടുതൽ സേനയെ വിന്യസിക്കുമെന്നും വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. അതേസമയം ചിന്നക്കനാൽ BL റാവിൽ രാവിലെ മുതൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള ശ്രമം RRT സംഘം തുടരുകയാണ്. പുലർച്ചെ 2 മണിയോടെയാണ് ചിന്നക്കനാൽ BL റാവിലെ കുന്നത്തു ബെന്നിയുടെ വീടിന് നേരെ അരിക്കൊമ്പന്റെ ആക്രമണം. ബെന്നിയും ഭാര്യയും കിടന്നിരുന്ന മുറി കാട്ടാന തകർത്തു. തലനാരിഴയ്ക്കാണ് ഇരുവരും രക്ഷപ്പെട്ടത്. ഈ പ്രദേശത്ത് കാട്ടാനക്കൂട്ടവും തമ്പടിച്ചിട്ടുണ്ട്. 10ഓളം വരുന്ന കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമം വനം വകുപ്പ് നടത്തുകയാണ്. നാട്ടുകാരെയും RRT ടീം അംഗങ്ങളും സ്റ്റാഫുകളും എല്ലാം വാച്ചർമാരെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ടീമുകൾ ഏകദേശം 20ഓളം പേരടങ്ങുന്ന ടീമാണ്. ഇപ്പം പല ടീമുകളായി തിരിഞ്ഞ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുലർച്ചെ 5 മണിയോടെയാണ് പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട തകർക്കുന്നത്. 10 ദിവസത്തിനിടെ 4ാം തവണയാണ് അരിക്കൊമ്പന്റെ ആക്രമണം. അതേസമയം ഇടുക്കിയിലേത് കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്ന അസാധാരണ സാഹചര്യമാണെന്നും പ്രശ്നപരിഹാരത്തിന് സ്പെഷ്യൽ നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി AK ശശീന്ദ്രൻ. വനംവകുപ്പിന് സാധാരണ നിലയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അവിടെ ഒരു അസാധാരണ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തെ നേരിടാൻ ഒരു സ്പെഷ്യൽ നോഡൽ ഓഫീസർ അരുണിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, CCFനെ. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് ഈ സുരക്ഷാ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ നടപടികളും നേതൃത്വം നൽകും. തുടർച്ചയായ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കൊച്ചി ധനുഷ്കോടി ദേശീയപാത നാട്ടുകാർ ഉപരോധിച്ചു. അപകടകാരികളായ കാട്ടാനകളെ ഉടൻ പിടിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 24 ഇടുക്കി. പാലക്കാട് ധോണിയിൽ വനംവകുപ്പ് പിടികൂടിയ PT-7 കൊമ്പന്റെ ശരീരത്തിൽ പെല്ലറ്റുകൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ദുഷ്കരമെന്ന് വനംവകുപ്പ്. മുറിവുകളുടെ കാലപ്പഴക്കം കണ്ടെത്തുക പ്രയാസമാണെന്നും വനംവകുപ്പ് പറയുന്നു. വെടിയേറ്റത് തമിഴ്നാട്ടിലെ വനപ്രദേശങ്ങളിൽ നിന്നാകാനുള്ള സാധ്യതയും വനംവകുപ്പ് തള്ളുന്നില്ല. വനംവകുപ്പിന്റെ പരിചരണത്തിൽ കഴിയുന്ന PT-7നെ വിദഗ്ധർ എത്തി പരിശോധിക്കുന്നതിനിടയിലാണ് ശരീരത്തിൽ വെടിയേറ്റ പാടുകൾ കണ്ടെത്തിയത്. PT-7ന്റെ ശരീരത്തിൽ നിന്ന് നിരവധി പെല്ലറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ കാലപ്പഴക്കമടക്കം കണ്ടെത്തുന്നത് പ്രയാസമായിരിക്കുമെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ധോണി മേഖലയിൽ കർഷകർ എയർഗൺ ഉപയോഗിക്കുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിലെ വനപ്രദേശങ്ങളിലൂടെ PT-7 സഞ്ചരിച്ചപ്പോൾ അവിടെ വെച്ച് വെടിയേറ്റതായിരിക്കാമെന്ന സംശയത്തിലേക്ക് വനംവകുപ്പ് എത്തിച്ചേരുന്നത്. ഇക്കാര്യത്തിൽ വകുപ്പ് തല അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടെ കൂട്ടിൽ കഴിയുന്ന PT-7 എന്ന ധോണി പുതുതായി എത്തിയ പാപ്പാന്മാരോട് ഇണങ്ങിത്തുടങ്ങി. പാപ്പാന്മാർ നൽകുന്ന ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. കൂട്ടിൽ വലിയ പ്രകോപനങ്ങളുമില്ല. സന്ദർശകരെ ഒട്ടും തന്നെ ഇപ്പോൾ PT-7ന്റെ കൂടിനടുത്തേക്ക് അനുവദിക്കുന്നുമില്ല. 24 പാലക്കാട്. കർണാടക മൈസൂരു ടി നരസിപുരയിൽ 10 ദിവസത്തിനിടെ 3 പേരെ കൊന്ന പുള്ളിപ്പുലി പിടിയിലായി. നരസിപുരയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്നലെ രാത്രിയാണ് പുലി കുടുങ്ങിയത്. പരിശോധനകൾക്ക് ശേഷം പുലിയെ ബന്നാർഘട്ട മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. പ്രദേശത്ത് പുലിയുടെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ വ്യാപക പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം പുലിയെ കണ്ട മേഖലയിലാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. ഇവിടെ ഇൻഫ്രാറെഡ് തെർമൽ ഉൾപ്പെടെ 40 ക്യാമറകളും സ്ഥാപിച്ചു. പുലിയെ കണ്ടെത്താനും സഞ്ചാരപഥം മനസ്സിലാക്കാനുമായി 158 വനപാലകരെയാണ് സേവനത്തിനായി നിയോഗിച്ചിരുന്നത്. അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ ഇന്നലെ രാത്രിയിൽ പുലിക്കൂട്ടിലകപ്പെട്ടു. പിടിയിലായ പുലിയെ പരിശോധനകൾക്ക് ശേഷം ബന്നാർഘട്ട മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. ജനവാസ മേഖലയിലിറങ്ങി ആളുകളെ കൊല്ലുന്നത് പതിവാക്കിയ പുലിയെ കാട്ടിലേക്ക് തിരികെ വിട്ടാൽ വീണ്ടും നാട്ടിലിറങ്ങാൻ സാധ്യതയുണ്ട്. ഇതിനാലാണ് മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. 24 ബംഗളൂരു. ഡൽഹി സർവകലാശാലയിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള BBC ഡോക്യുമെന്ററിയുടെ പ്രദർശനം പോലീസ് തടഞ്ഞു. ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുടെ വൻ പ്രതിഷേധം നടന്നു. ഭീം ആർമി, ഫ്രറ്റേണിറ്റി തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രദർശനം നടത്താനുള്ള നീക്കവും പോലീസ് തടഞ്ഞു. വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്ത് പ്രതിഷേധിക്കുകയാണ്. നിതിൻ അംബുജൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നിതിൻ അംബുജൻ, പ്രതിഷേധവും അതോടൊപ്പം പ്രദർശനം നടത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ടോ? അവിടെ എന്താണ് നിലവിലെ സാഹചര്യം?
സുജയ, വൈകിട്ട് സർവകലാശാലയിലെ ഈ ഗേറ്റിന് സമീപമാണ് NSUI പ്രവർത്തകർ പ്രദർശനം നടത്താൻ നീക്കം നടത്തിയത്. എന്നാൽ ഉച്ചയോടുകൂടി തന്നെ പോലീസ് ഈ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അതിനുശേഷം ഈ ഗേറ്റിന് മുന്നിൽ വെച്ചുകൊണ്ട് NSUI പ്രവർത്തകർ പ്രദർശനം നടത്താൻ ഒരു നടപടി ആരംഭിച്ചു. ഇതോടുകൂടിയാണ് പോലീസ് ഇടപെട്ടുകൊണ്ട് പ്രദർശനം നടന്നത്. ഉടൻ തന്നെ വിദ്യാർത്ഥികളെല്ലാം തന്നെ NSU വിദ്യാർത്ഥികളുടെ പ്രവർത്തകരെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിലിപ്പോൾ NSU പ്രവർത്തകർ ബുറാഡി പോലീസ് സ്റ്റേഷനിലുള്ളത്. ഇതിന് പിന്നാലെയാണ് 5 മണിക്ക് ഫ്രട്ടേണിറ്റി പ്രവർത്തകരും കൂടാതെ ഭീം ആർമിയുടെ വിദ്യാർത്ഥി സംഘടനകളും ചേർന്നുകൊണ്ട് ക്യാമ്പസിനകത്ത് ഇത്തരത്തിൽ പ്രദർശനം നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ ആ പ്രദർശനവും പോലീസ് തടഞ്ഞു. നിലവിലിപ്പോൾ ക്യാമ്പസിനകത്ത് വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. പോലീസ് ഇടപെടലിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും വലിയ ഒരു സംഘർഷം നടന്നൊരു മേഖല കൂടിയാണ് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഡൽഹി സർവകലാശാലയുടെ ഈ ഗേറ്റിന് ഈ സമീപം. എന്തായാലും ഇപ്പോൾ ക്യാമ്പസിനകത്ത് വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. നിലവിലിപ്പോൾ ഫ്രട്ടേണിറ്റി അതോടൊപ്പം തന്നെ ഭീം ആർമി പ്രവർത്തകരെ അടക്കം പോലീസ് വിജയനഗർ എന്നൊരു പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അവിടത്തേക്ക് പോലീസ് പ്രവർത്തകരുടെ ഭാഗത്തും വലിയ പ്രതിഷേധം ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കേന്ദ്രീകരിച്ച് പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും BBC-യുടെ ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്ന നിലപാടിൽ തന്നെയാണ് NSUI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ. ഇന്ന് സമാനമായ സാഹചര്യം അംബേദ്കർ സർവകലാശാലയിലും സംഭവിച്ചിരുന്നു. അത്തരത്തിൽ ഇനിയുള്ള ദിവസങ്ങളടക്കം ഇത്തരത്തിൽ പ്രദർശനമായി മുന്നോട്ട് പോകും. അതിന് മുന്നോടിയായി ഇന്നത്തെ ഈ പ്രവർത്തകരെ അടക്കം കസ്റ്റഡിയിലുള്ള പ്രവർത്തകരെ ഉടൻ വിട്ടേക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NSU പ്രവർത്തക ഭാഗത്തുനിന്നും നിരന്തരമായി പ്രതിഷേധം നടക്കുന്നുണ്ട്. എന്തായാലും ഇതിനിടയിൽ ഒരു ചില സംഘർഷങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. പ്രത്യേകിച്ചും ABP പ്രവർത്തകർക്കിടയിൽ വന്ന് തടയാൻ ശ്രമിച്ചെന്ന പരാതിയും NSUI പ്രവർത്തകർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ നടപടി ഉണ്ടായി എന്നൊരു പരാതിയും വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ക്യാമ്പസിലാകെ തന്നെ ഇത്തരത്തിൽ പ്രദർശനമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ. അതിനിടയിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായത്. NSUI പ്രവർത്തകർ നടത്തിയ പ്രദർശനം പോലീസ് തടഞ്ഞു. പിന്നാലെ ഫ്രട്ടേണിറ്റി ഭീം ആർമി സംഘടനകൾ നടത്തിയ പ്രദർശനവും പോലീസ് തടഞ്ഞിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു സംഘർഷ സാഹചര്യം ഇവിടെ ക്യാമ്പസിന് പുറത്ത് നിലനിൽക്കുന്നുണ്ട്. നിരവധി പോലീസുകാർ ഇവിടെ സുരക്ഷ ഒരുക്കിക്കൊണ്ട് രംഗത്തുണ്ട്. എന്തായാലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രദർശനം പോലീസ് തടഞ്ഞിരിക്കുന്നത്. കൂടാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരും സമാനമായി തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു. അകത്തേക്ക് ആരെയും കയറ്റിവിടുന്നില്ല. അത്തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. സർവകലാശാലയുടെ ഭാഗത്തും വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ടുള്ള നടപടിയാണ് സ്വീകരിച്ചെന്നായിരുന്നു വിദ്യാർത്ഥികൾ നടത്തിയ പ്രതികരണം. ആ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളടക്കം പ്രദർശനമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് NSUI പ്രവർത്തകർ അറിയിക്കുന്നത്. എന്തായാലും കസ്റ്റഡിയിലുള്ള പ്രവർത്തകരെ ഉടൻ തന്നെ വിട്ടേക്കണമെന്നൊരു ആവശ്യമാണ് പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ ഫ്രട്ടേണിറ്റി നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹി സർവകലാശാലയിൽ നിന്നും. വാർത്താസന്ധ്യയിൽ ഇനിയൊരു ഇടവേള. ക്ഷേത്രങ്ങളുടെ ഭരണം വിശ്വാസികൾക്ക് വിട്ടു നൽകണമെന്ന് സുപ്രീം കോടതി. ക്ഷേത്രഭരണത്തിൽ സർക്കാർ എന്തിന് ഇടപെടുന്നുവെന്നും സുപ്രീം കോടതി ചോദിച്ചു. ആന്ധ്രാപ്രദേശിലെ അഹോബിലം ക്ഷേത്രഭരണത്തിന് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിച്ചതിനെതിരായ ഹൈക്കോടതി ഉത്തരവിനെതിരെ ആന്ധ്ര സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിച്ച ആന്ധ്ര സർക്കാരിന്റെ നടപടി അഹോബിലം മഠത്തിന്റെ അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണെന്നായിരുന്നു ആന്ധ്ര ഹൈക്കോടതിയുടെ വിധി. ഇതിനെതിരെയാണ് ആന്ധ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. കൊല്ലം ചവറയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് ജീവനൊടുക്കി. മകളെ ശല്യം ചെയ്തെന്ന പിതാവിന്റെ പരാതിയിലാണ് പോലീസ് അശ്വന്തിനെ വിളിപ്പിച്ചത്. പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഭീഷണിയുണ്ടായിരുന്നതായി അശ്വന്തിന്റെ കുടുംബം ആരോപിച്ചു. മകളെ നിരന്തരമായി ശല്യം ചെയ്യുന്നുവെന്ന പോലീസ് ഉദ്യോഗസ്ഥനായ പിതാവിന്റെ പരാതിയെ തുടർന്നാണ് അശ്വന്തിനെ ചവറ പോലീസ് കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ വിളിപ്പിച്ചത്. അശ്വന്തിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുന്ന സമയത്ത് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് 2 മണിക്കൂറിന് ശേഷമാണ് അശ്വന്തിനെ ചവറ പോലീസ് വിട്ടയച്ചത്. വീട്ടിലെത്തിയ ശേഷം അശ്വന്ത് ആരോടും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് ഇന്ന് രാവിലെ 7 മണിക്ക് അശ്വന്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ പിതാവ് 1 വർഷം മുമ്പ് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായി അശ്വന്തിന്റെ മാതാവ് പറഞ്ഞു. നേരത്തെ 1 വർഷം കൊണ്ട് പക്ഷേ അത് ഇങ്ങനെ ഇത്രയും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ 1 വർഷം അവർ വീട്ടിൽ വന്ന് എൻ്റെ ഈ കൊച്ചിനെ ഭീഷണിപ്പെടുത്തി. 2 മക്കളെയും പുറലോകം കാണിക്കത്തില്ലെന്ന് പറഞ്ഞു. അവരുടെ അച്ഛനും പെണ്ണിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ. പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നതായി അശ്വന്തിന്റെ സഹോദരനും ആരോപിച്ചു. ചേട്ടൻ ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഒരു ഇവിടുത്തെ CAയും പിന്നെ ആ പെണ്ണിൻ്റെ അച്ഛനും കൂടെ ഒന്ന് ഭീഷണിപ്പെടുത്തി കേസിലകത്താക്കും, ഇന്ന് രാവിലെ വരണമെന്ന് കണ്ടു പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും തെറ്റ് കണ്ടാൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടിയുണ്ടാകുമെന്നും ചവറ MLA സുജിത് വിജയൻപിള്ള പറഞ്ഞു. ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് മാതൃകാപരമായിട്ട് ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും കുറ്റക്കാരായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ചാലല്ല പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് അന്വേഷിക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനത്തിലേക്ക് വരാൻ പറ്റത്തില്ല. അപ്പം മാതൃകാപരമായിട്ട് അന്വേഷിച്ചിട്ട് കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകുവാനുള്ള ഒരു നടപടി ഉണ്ടാകും. മൃതദേഹവുമായി ബന്ധുക്കൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. എന്നാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിളിപ്പിച്ച് കാര്യം തിരക്കുക മാത്രമാണ് ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കി. 24 കൊല്ലം.
വാർത്താസന്ധ്യ തുടരുന്നു. കോൺഗ്രസ് പുനഃസംഘടനയ്ക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ നേതാക്കൾ ഭാരവാഹികളെ തീരുമാനിക്കുന്നുവെന്നാണ് പ്രധാന വിമർശനം. നേതൃത്വത്തിനെതിരെ കുറ്റപ്പെടുത്തലുമായി സംസ്ഥാനത്ത് പലയിടങ്ങളിലും വിമത യോഗങ്ങൾ ചേരുകയാണ്. എന്ത് പോസ്റ്റ് വന്നാലും എനിക്കും നിനക്കും, നീ ഔദ്യോഗിക പക്ഷം, ഞാൻ മറ്റേ പക്ഷം. നേതൃത്വത്തോടുള്ള അമർഷവും കലിപ്പുമൊക്കെ ഈ വാക്കുകളിൽ പ്രകടമാണ്. പക്ഷേ വേദി സജ്ജീകരിച്ചിരിക്കുന്നതാകട്ടെ അനുസ്മരണ സമ്മേളനം എന്ന പേരിലും. അന്തരിച്ച നേതാവിനെ അനുസ്മരിച്ചില്ലെങ്കിലും പുനഃസംഘടനയിൽ സാധാരണക്കാരെ അവഗണിക്കുന്ന നേതൃത്വത്തെ കാര്യമായി സ്മരിക്കുന്നുണ്ട് പ്രവർത്തകർ. ബഹുമാന്യനായ KPCC പ്രസിഡന്റും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിൽ പറയുന്നത് നമുക്കിനി ഗ്രൂപ്പേ ഇല്ല. പിന്നെയും ഇവിടെ വട്ടൂർക്കാവിന്റെ ബ്ലോക്കിന്റെ പ്രസിഡന്റ് ഗ്രൂപ്പിന്റെ ആളായിരിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഞങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല. DCC യോഗത്തിൽ പോയാൽ ഞങ്ങൾക്ക് ഒന്നും പറയാനാവില്ല. അവരെന്തൊക്കെയോ പറയുന്നു, ഞങ്ങൾ എന്നുള്ള രീതിയിലാണ് DCC യോഗങ്ങളിൽ പ്രസിഡന്റ് പെരുമാറുന്നത്. NSS വിളിച്ച് ഒരാൾ വിളിച്ച് പറയും, SNDP ഒരാൾ വിളിച്ച് പറയും, ഇന്നാരും KPCC മെമ്പറാക്കണമെന്ന്. അതാണ് ഇവിടെ. ഗ്രൂപ്പ് യോഗങ്ങളോ വിമത യോഗങ്ങളോ ചേർന്നാലുണ്ടാകുന്ന ഭവിഷ്യത്ത് മുന്നിൽ കണ്ടാകണം അനുസ്മരണ സമ്മേളനം എന്ന പേരിലെ തന്ത്രപരമായ നീക്കം. വട്ടിയൂർക്കാവിലെ ഒരു യോഗത്തിൻ്റെതാണ് ദൃശ്യങ്ങളെങ്കിലും കോൺഗ്രസ് പുനഃസംഘടനാ നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പലയിടത്തും ഈ വിധത്തിൽ വിമർശനങ്ങൾ ശക്തമാണ്. ഇത് നേതൃത്വത്തിനെതിരെയുള്ള കൂടിയാലോചന യോഗമൊന്നുമല്ല, പക്ഷേ അവരുടെ ചെയ്തികൾക്കെതിരെയുള്ള കൂട്ടായ്മയും ഈ കൂട്ടായ്മ തുടർന്ന് മുമ്പോട്ട് തന്നെ പോകും. 24 തിരുവനന്തപുരം. വാർത്താസന്ധ്യ പൂർണ്ണമാവുകയാണ്.